നിങ്ങളുടെ ഉള്ളിൽ ഓരോ ദിവസവും ഉണരുന്ന, നിങ്ങൾ വെറും കാമം എന്ന് മാത്രം കരുതുന്ന ആ ഊർജം, അത് യഥാർത്ഥത്തിൽ ഒരു ദൈവിക സൂചനയാണോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഷിമാർ ഒരു രഹസ്യം കണ്ടെത്തിയിരുന്നു. അവർ പറഞ്ഞു, കാമശക്തിയെ അടിച്ചമർത്തരുത്, അതിനെ ഉയർത്തുക. കാരണം ഇത് നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ശക്തിയാണ്. ആധുനിക ലോകം ഈ ഊർജത്തെ ഒരു കുറ്റകരമായ ആസ്വാദ്യത, ഗിൽറ്റി പ്ലഷറാക്കി മാറ്റി. എന്നാൽ തന്ത്രയോഗവും വേദങ്ങളും പറയുന്നത് ഈ ഊർജമാണ് ആത്മജ്ഞാനത്തിലേക്കുള്ള ഏറ്റവും ശുദ്ധമായ കവാടം എന്നാണ്. ഇതിനെ ഉപേക്ഷിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചു. പക്ഷേ ആരും നിങ്ങളോട് പറഞ്ഞില്ല, ഈ ഊർജത്തിൽ നിന്നാണ് ബ്രഹ്മചര്യവും ബ്രഹ്മവും ഉണരുന്നതെന്ന്. ഇത് ഒരു സാധാരണ വിഷയമല്ല. ഇത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയുമെല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ശക്തിയെക്കുറിച്ചാണ്. ലക്ഷ്യബോധമില്ലാത്ത ഉത്തേജനങ്ങളിൽ നിന്നും, ശ്രദ്ധ തെറ്റിക്കുന്ന സുഖങ്ങളിൽ നിന്നും, പൊള്ളയായ സംതൃപ്തികളിൽ നിന്നും നിങ്ങൾ ഇതിനകം മടുത്തുപോയെങ്കിൽ ഇന്നത്തെ വിഷയം നിങ്ങൾക്കുള്ളതാണ്. നാം സംസാരിക്കുന്നത് ലോകം അടിച്ചമർത്താൻ ശ്രമിച്ച, എന്നാൽ യോഗികൾ ഉണർത്തിയ ആ ശക്തിയെക്കുറിച്ചാണ്. ഇനി സത്യം പുറത്തുവരും. ഇത് ലൈംഗികതയെക്കുറിച്ചുള്ള സംസാരമല്ല. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അഗ്നിയെക്കുറിച്ചാണ്. അത് ശരിയായ ദിശയിൽ ജ്വലിച്ചാൽ നിങ്ങളെ അമരനാക്കാൻ കഴിയും. ഭാഗം 1. കാമം ഒരു കവാടം. ലൈംഗികത ഒരു ആവശ്യകതയാണെന്ന്, വെറുമൊരു ജൈവിക പ്രക്രിയയാണെന്ന്, ശരീരത്തിനു വേണ്ടി മാത്രമുള്ളതാണെന്ന് കുട്ടിക്കാലം മുതലേ നിങ്ങളെ പഠിപ്പിച്ചു. ഒരു പവിത്രതയുമില്ല, ദിശയുമില്ല. വെറുതെ ഒരു ആഗ്രഹമുണ്ടാകുന്നു, നിങ്ങളത് ശമിപ്പിക്കുന്നു. എന്നാൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇത് ചോദിച്ചിട്ടുണ്ടോ? ഇതൊരു വെറും ശാരീരിക പ്രക്രിയയാണെങ്കിൽ അതിന്റെ ശക്തി ഇത്ര ആഴത്തിൽ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഈ ഊർജം വെറും ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത് നിങ്ങളുടെ ചിന്തകളെ വലയം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഇറങ്ങിവരുന്നത്? ഏറ്റവും പ്രധാനം, എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചതിനു ശേഷവും മനസ്സ് ഉള്ളിൽ നിന്ന് ശൂന്യമായി തോന്നുന്നത്? സത്യമിതാണ്, നിങ്ങളുടെ ഉള്ളിൽ സ്പന്ദിക്കുന്ന ഊർജം കേവലം കാമമോഹമല്ല. അതൊരു സൂചനയാണ്. അത് പ്രപഞ്ചത്തിലെ ഏറ്റവും പുരാതനമായ, ഏറ്റവും പവിത്രമായ, ഏറ്റവും ശക്തമായ തരംഗമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ ജന്മമെടുത്തിരിക്കുന്നു. നമ്മുടെ ശാസ്ത്രങ്ങൾ ഇതിനെ കാമശക്തി എന്ന് വിളിച്ചു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമായ അതേ ശക്തിയാണിത്. ഋഗ്വേദത്തിൽ പറയുന്നു, കാമോ ദേവാനാം പ്രഥമം സമജായത. ദേവന്മാർക്ക് മുമ്പ് കാമം ഉത്ഭവിച്ചു. ഇതൊരു സാധാരണ ആഗ്രഹമായിരുന്നില്ല. ഇത് ബോധത്തിന്റെ ആദ്യത്തെ ചലനമായിരുന്നു, ആദ്യത്തെ ചിന്ത, ശൂന്യതയെ നിലനിൽപ്പായി മാറ്റാൻ ഉയർന്ന ആദ്യത്തെ സ്പന്ദനം. ഇന്ന് അതേ കാമശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നാൽ ആധുനിക സമൂഹം ഈ ഊർജത്തെ തിരിച്ചറിയുന്നത് നിർത്തി. നമ്മൾ ഇതിനെ ഒരു കുറ്റബോധമുള്ള ആസ്വാദ്യത ആക്കി മാറ്റി. നമ്മെ പഠിപ്പിച്ചു ഇതിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ വേഗത്തിൽ ചെലവഴിച്ചു തീർക്കുക. എന്നാൽ പുരാതന യോഗികൾ ഈ ഊർജത്തെ നശിപ്പിച്ചില്ല. അവർ അതിനെ രൂപാന്തരപ്പെടുത്തി. അവർ അതിനെ ബ്രഹ്മചര്യത്തിലേക്ക് വാർത്തെടുത്തു. അത് ത്യാഗമായിരുന്നില്ല, മറിച്ച് ബോധത്തിന്റെ സംരക്ഷണമായിരുന്നു. ഈ ഊർജം ഉപയോഗിച്ച് അവർ തപസ്സനുഷ്ഠിച്ചു, ജ്ഞാനം നേടി, സമാധിയിലേക്കെത്തി. കാരണം അവർക്കറിയാമായിരുന്നു, കാമശക്തിക്ക് ശരിയായ ദിശ നൽകിയാൽ അതേ കാമം യോഗമായി മാറും. ഇതാണ് ഈ വീഡിയോയുടെ ആത്മാവ്. ഈ ചർച്ച ലൈംഗികതയ്ക്കെതിരല്ല. ഈ ചർച്ച ലൈംഗികതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ചാണ്. കാമവാസന ഒരു പ്രവേശന കവാടമാണെന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. ആ കവാടത്തിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനത്തിലെത്താൻ കഴിയും. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു നിമിഷം എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നുണ്ടെന്ന്, നിങ്ങളുടെ സാധന അപൂർണമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അടിച്ചമർത്തുകയോ അവഗണിക്കുകയോ ചെയ്ത ഈ ഊർജമായിരിക്കാം ആ അപൂർണതയ്ക്ക് കാരണം. ആ അഗ്നിയെ പുതിയൊരു കാഴ്ചപ്പാടോടെ തിരിച്ചറിയാനും, എന്നും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന എന്നാൽ ഒരിക്കലും പറഞ്ഞുതരാത്ത ഒരു രഹസ്യവുമായി ബന്ധപ്പെടാനും സമയമായി. ഭാഗം 2. ശക്തിയുടെ രസതന്ത്രം. ആൽക്കെമി. ആത്മാവും കാമനയും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണെന്ന് നമ്മെ പഠിപ്പിച്ചു. ശരീരത്തിൽ നിന്ന് ഉയരുന്ന ആഗ്രഹം നമ്മെ താഴേക്ക് വലിക്കുന്നുവെന്നും, ആത്മാവിൽ നിന്ന് വരുന്ന ഊർജം നമ്മെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും. എന്നാൽ നമ്മുടെ ഋഷിമാർ ഒരിക്കലും അങ്ങനെയൊരു വേർതിരിവ് കണ്ടിട്ടില്ല. അവർ പറഞ്ഞു, കാമശക്തിയും ആത്മശക്തിയും വേർതിരിഞ്ഞവയല്ല. കാമശക്തി തന്നെയാണ് രൂപാന്തരപ്പെട്ട് ആത്മശക്തിയായി മാറുന്നത്. വേദങ്ങളിലും തന്ത്രത്തിലും യോഗത്തിലും കാമത്തെ നിരോധിച്ചിട്ടില്ല, അതിനെ പരിഷ്കരിക്കുകയാണ്, റിഫൈൻമെന്റ് ചെയ്തത്. യോഗയുടെ ആദിഗുരുവായ ശിവൻ പോലും ശക്തിയില്ലാതെ അപൂർണനായി കണക്കാക്കപ്പെടുന്നു. തന്ത്രം പറയുന്നു, ശിവം വിനാ ശക്തിയാ തരോ മൃതവത്. ശക്തിയില്ലാതെ ശിവൻ പോലും ശവമാണ്. അതായത് ആഗ്രഹത്തിന്റെ രൂപത്തിൽ ഉയരുന്ന ആ ശക്തിക്ക് ദിശ ലഭിച്ചാൽ അത് ശിവനെപ്പോലും ജീവസുറ്റതാക്കും. ഋഷിമാർ ഈ ഊർജത്തെ ഓജസ് എന്ന് വിളിച്ചു. ഓജസ് എന്നാൽ കാമശക്തി മോഹങ്ങളിൽ അല്ലാതെ ധ്യാനം, തപസ്, സാധന എന്നിവയിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സൂക്ഷ്മമായ തേജസ്സാണ്. ഓജസ് ഒരു രഹസ്യമല്ല, അത് ജീവനുള്ള ഊർജമാണ്. അത് മുഖത്ത് തേജസ്സായി പ്രകടമാകുന്നു, ശബ്ദത്തിൽ ശക്തിയായി മുഴങ്ങുന്നു, സാന്നിധ്യത്തിൽ ആകർഷണമായി ഒഴുകുന്നു.
നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ചില സാധുക്കളെ, യോഗികളെ, മഹാപുരുഷന്മാരെ കാണുമ്പോൾ മനസ്സ് ഉടൻ ശാന്തമാകുന്നതെന്തുകൊണ്ടാണ്? കാരണം അവർ അവരുടെ കാമശക്തിയെ അവബോധമായി രൂപാന്തരപ്പെടുത്തി. അവരുടെ ഊർജം ഭോഗത്തിൽ ഒഴുകിപ്പോകുന്നില്ല, മറിച്ച് ഉള്ളിൽ സംഭരിക്കപ്പെടുന്നു. ആ സംരക്ഷിക്കപ്പെട്ട ഊർജം വജ്രമായി മാറുന്നു, ഓജസ്സായി മാറുന്നു. ആ ഓജസ്സാണ് നിങ്ങളുടെ ആത്മശക്തിയുടെ അടിസ്ഥാനം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടാകുമ്പോൾ അതിൽ ലജ്ജിക്കരുത്, അതിനെ അടിച്ചമർത്തരുത്. അതിനെ കാണുക, മനസ്സിലാക്കുക, എന്നിട്ട് ചോദിക്കുക, ഞാൻ ഇതിനെ വെറും ഭോഗത്തിൽ ഒഴുക്കിക്കളയണോ, അതോ എന്റെ ബോധത്തിന്റെ പന്തമാക്കി മാറ്റണോ? കാരണം കാമശക്തി അവബോധവുമായി കൂടിച്ചേരുമ്പോൾ അത് ആത്മശക്തിയായി മാറുന്നു. ഇതുവരെ 2 വഴികളാണ് കാണിച്ചു തന്നിരുന്നത്. ഒന്നുകിൽ കാമത്തെ അതിരുകളില്ലാതെ, വിവേകമില്ലാതെ തുറന്നു ജീവിക്കുക, അല്ലെങ്കിൽ അതിനെ വ്രതം, തപസ്, അടിച്ചമർത്തൽ, നിഷേധം എന്നിവയുടെ തീയിൽ കത്തിച്ചുകളയുക. എന്നാൽ 2 വഴികളും അപൂർണമാണ്. ഒരു വഴി ക്ഷീണം നൽകുന്നു, മറ്റേത് ഉള്ളിൽ തിളച്ചുമറിയുന്ന അവസ്ഥയുണ്ടാക്കുന്നു. അടിച്ചമർത്തലിലൂടെ കാമം മരിക്കുന്നില്ല, അത് ഉള്ളിലെവിടെയോ ഒളിച്ചിരിക്കുന്നു. കുറ്റബോധം, കോപം, അസ്വസ്ഥത എന്നിവയുടെ രൂപമെടുക്കുന്നു. ഭോഗത്തിൽ നിന്നൊരിക്കലും തൃപ്തി ലഭിക്കുന്നില്ല, കൂടുതൽ ആഗ്രഹങ്ങൾ മാത്രം ജനിക്കുന്നു, ദാഹം മാറ്റാൻ ഉപ്പുവെള്ളം കുടിക്കുന്നതുപോലെ. അപ്പോൾ പരിഹാരമെന്താണ്? രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ. തന്ത്രം, യോഗം, വേദം 3 ഇതുതന്നെ പറയുന്നു. കാമത്തെ അടിച്ചമർത്തരുത്, അതിന് ദിശ നൽകുക, അതിനെ സാധനയാക്കി മാറ്റുക. നദിയെ തടഞ്ഞു നിർത്തിയാൽ വെള്ളപ്പൊക്കം വരും, അതിനെ തുറന്നുവിട്ടാൽ നാശമുണ്ടാകും. എന്നാൽ അതേ നദിയെ ശരിയായ ദിശയിൽ ഒഴുക്കിയാൽ അത് കൃഷിയിടങ്ങളെ നനയ്ക്കുന്നു, ജീവൻ നൽകുന്നു. അതുപോലെ കാമശക്തിയെ ധ്യാനം, മന്ത്രം, പ്രാണായാമം എന്നിവയിലൂടെ ഊർധ്വഗാമിയാക്കുമ്പോൾ, മുകളിലേക്ക് ഒഴുക്കുമ്പോൾ, അത് ആഗ്രഹങ്ങളുടെ ചങ്ങലയല്ല, മറിച്ച് ബോധോദയത്തിന്റെ വിളക്കാകുന്നു. മഹർഷി പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞു, ബ്രഹ്മചര്യപ്രതിഷ്ഠായം വീര്യലാഭഃ. ബ്രഹ്മചര്യം സുസ്ഥിരമാകുമ്പോൾ ജീവിതത്തിന്റെ ഊർജം ദിവ്യത്വമായി മാറാൻ തുടങ്ങുന്നു. ഓർക്കുക, ഈ ബ്രഹ്മചര്യം കേവലം ബാഹ്യമായ സംയമനമല്ല, ഇത് ഉള്ളിലെ ഊർജത്തിന്റെ ശാസ്ത്രമാണ്. എങ്ങനെ ആഗ്രഹത്തെ കാണണം, മനസ്സിലാക്കണം, സാവധാനം ധ്യാനത്തിന്റെ തരംഗമായി മാറ്റണം. ഇന്നത്തെ ശാസ്ത്രവും ഇതുതന്നെ പറയുന്നു. നിങ്ങൾ ഉത്തേജനം അനുഭവിക്കുമ്പോഴെല്ലാം ഡോപാമൈൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ ആ നിമിഷത്തെ ശരീരത്തിൽ മാത്രം ഒതുക്കി നിർത്തിയാൽ ഈ രാസവസ്തുക്കൾ പാഴായിപ്പോകുന്നു. എന്നാൽ ആ ഉത്തേജനത്തിൽ ബോധപൂർവമായ ശ്വാസം, മന്ത്രം, ഏകാഗ്രത എന്നിവ ചേർത്താൽ അതേ രാസവസ്തുക്കൾ മനസ്സിനെ ശാന്തിയിലേക്കും തേജസ്സിലേക്കും ചൈതന്യത്തിലേക്കും മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഇത് അടിച്ചമർത്തലിന്റെ റിപ്രഷൻ കാര്യമല്ല, ഇത് പരിഷ്കരണത്തിന്റെ റിഫൈൻമെന്റ് കാര്യമാണ്. കാമത്തെ ഉപേക്ഷിക്കരുത്, അതിനെ തപസ്സായി മാറ്റുക. വാസനയെ തടയരുത്, അതിനെ ശാസ്ത്രമായി വാർത്തെടുക്കുക. കാരണം ഊർജം നല്ലതോ ചീത്തയോ അല്ല, അത് ഒഴുകുന്ന ദിശയ്ക്കനുസരിച്ച് മാറുന്നു. കാമശക്തിയെ ദിവ്യത്വത്തിന്റെ ദിശയിലേക്കൊഴുക്കുമ്പോൾ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുരുവാകുന്നു. ഭാഗം 3. കുണ്ടലിനി, പ്രകാശത്തിന്റെ പരമോന്നത സംയോഗം, ഓർഗാസം ഓഫ് ലൈറ്റ്. ഇനി നമുക്ക് വളരെയധികം സംസാരിക്കുകയും എന്നാൽ വളരെ കുറച്ച് മാത്രം മനസ്സിലാക്കുകയും ചെയ്ത ആ രഹസ്യത്തെക്കുറിച്ച് സംസാരിക്കാം. കുണ്ടലിനി. പുരാതന യോഗശാസ്ത്രത്തിൽ ഇതിനെ ശക്തിയുടെ ഉറങ്ങിക്കിടക്കുന്ന സർപ്പിണി എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ നട്ടെല്ലിന്റെ അടിഭാഗത്തുള്ള മൂലാധാര ചക്രത്തിൽ ചുരുണ്ടുറങ്ങിക്കിടക്കുന്ന ഒരു ഊർജമാണിത്. എന്നാൽ ഇതൊരു വെറും സങ്കല്പമല്ല, ഇത് ബോധത്തിന്റെ ശാസ്ത്രമാണ്. നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ഉത്തേജനം, കാമം, ആഗ്രഹം, അത്യാഗ്രഹം എന്നിവ അനുഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുണ്ടലിനി ചലനമുണ്ടാക്കുന്നു. അത് ഉണരാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മൾ ആ നിമിഷത്തെ കേവലം ശാരീരിക തലത്തിൽ ജീവിക്കുമ്പോൾ ആ ഊർജം വീണ്ടും ഉറങ്ങിപ്പോകുന്നു, താഴ്ന്ന ചക്രങ്ങളിൽ മാത്രം ബന്ധിതമായി കിടക്കുന്നു. എന്നാൽ അതേ നിമിഷത്തിൽ നിങ്ങൾ ശ്വാസം ആഴത്തിലാക്കുകയോ മന്ത്രം ഉള്ളിൽ മുഴക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ബോധപൂർവമാക്കുകയോ ചെയ്താൽ അതേ ഊർജം ഊർധ്വഗാമിയായി മാറുന്നു, മുകളിലേക്ക് ഒഴുകുന്നു. ഇതാണ് കുണ്ടലിനി യാത്ര. ഓരോ ചക്രവും നിങ്ങളുടെ ബോധത്തിന്റെ ഒരു തലത്തെ പ്രതിനിധീകരിക്കുന്നു. മൂലാധാരം, നിലനിൽപ്പ്, ഭയം. സ്വാധിഷ്ഠാനം, ആഗ്രഹം, കാമം, മണിപൂരകം. ശക്തി, അഹങ്കാരം. അനാഹതം, സ്നേഹം, ദയ, വിശുദ്ധി. ആവിഷ്കാരം, സംസാരം. ആജ്ഞ, ദർശനം, വിവേകം. സഹസ്രാരം, ബ്രഹ്മവുമായുള്ള സംയോജനം. കുണ്ടലിനി ഓരോ ചക്രത്തെയും മറികടക്കുമ്പോൾ അത് നിങ്ങളുടെ ബോധത്തെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ പുതിയ ധാരണ, പുതിയ കാഴ്ചപ്പാട്, പുതിയ ശക്തി എന്നിവ ഉണർത്തുന്നു. ഈ ഊർജം സഹസ്രാരത്തിൽ എത്തുമ്പോൾ തന്ത്രം പറയുന്ന ആ അനുഭവമുണ്ടാകുന്നു. പ്രകാശത്തിന്റെ പരമോന്നത സംയോഗം, ഓർഗാസം ഓഫ് ലൈറ്റ്. ഇതൊരു ശാരീരികമായ സുഖമല്ല, ഇത് ആത്മാവിന്റെ സ്ഫോടനമാണ്. ഞാനെന്ന ഭാവം പൂർണ്ണമായി ഇല്ലാതാവുകയും നിങ്ങൾ ബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷം. ഇതിനെയാണ് സഹജസമാധി,
ഫനാ, ആത്മാവില്ലാതാകുന്നത്, സംയോഗം വഴിയുള്ള സമാധി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ കാമശക്തിയെ ഊർജ്ജമായി തിരിച്ചറിയുകയും ബോധമായി സാധന ചെയ്യുകയും അതിനെ ബ്രഹ്മത്തിന്റെ പാതയിലേക്ക് കയറ്റുകയും ചെയ്യുമ്പോൾ ഈ അനുഭവം ലഭിക്കുന്നു. പുരാതന ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ പരിശീലനം വളരെ വ്യക്തമാണ്. ആഴത്തിലുള്ള താളത്തിലുള്ള പ്രാണായാമം, ചക്രങ്ങൾക്കായുള്ള പ്രത്യേക ബീജമന്ത്രങ്ങൾ, നട്ടെല്ലിൽ സുവർണപ്രകാശത്തിന്റെ സങ്കല്പധ്യാനം, ഏറ്റവും പ്രധാനം പൂർണ്ണമായ സാന്നിധ്യം ഇവിടെയും ഇപ്പോഴും. നിങ്ങൾ വെറും ശരീരമല്ലാതാവുകയും ഊർജ്ജമായി മാറുകയും ചെയ്യുമ്പോൾ ശരീരത്തിന്റെ അതിരുകൾ തകരുകയും ആത്മാവ് വികസിക്കുകയും ചെയ്യുന്നു. ഇതാണ് കുണ്ടലിനിയുടെ യഥാർത്ഥ യാത്ര. ഭാഗം 4. താവോ, തന്ത്രം, ആൽക്കെമി. ചില വാക്കുകൾ ചിലപ്പോൾ ശരീരത്തിലല്ല, ഉള്ളിലെ ഏതെങ്കിലും പഴയ പാളികളിലേക്ക് ഇറങ്ങിച്ചെല്ലും. നിങ്ങളൊരിക്കലും ശരിയായി അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വികാരം ഇപ്പോൾ ആദ്യമായി ശബ്ദം കണ്ടെത്തിയതുപോലെ. നിങ്ങളിപ്പോൾ കേട്ടത് വെറും വിവരങ്ങളല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ മുൻപേ ഉണ്ടായിരുന്ന ഒന്നിനെ സ്പർശിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലുള്ളത് ഒരു യാദൃശ്ചികതയല്ല. നിങ്ങളുടെ മനസ്സ് അല്പം ശാന്തമായി, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നേരിയ ഒരു കമ്പനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഊർജ്ജം പ്രതികരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ ഊർജ്ജം വെറും അറിവായിരിക്കാതെ ഒരു അനുഭവമായി മാറുന്ന ഭാഗത്തേക്കാണ്. അതിനുമുമ്പ് നിങ്ങളോട് തന്നെയും ഈ അഗ്നിയോടും ഒരു ചെറിയ വാക്ക് പറയുക. താഴെ കമന്റിൽ വെറുമൊരൊറ്റ വാക്കെഴുതുക, ശക്തി. കാരണം നിങ്ങൾ ഒരു വാക്ക് എഴുതുമ്പോൾ നിങ്ങൾ വെറും ടൈപ്പ് ചെയ്യുകയല്ല, നിങ്ങൾ ഊർജ്ജത്തിന് ശബ്ദം നൽകുകയാണ്. അത് പ്രതികരിക്കും. അതുകൊണ്ട് തയ്യാറാകുക. കാരണം അടുത്ത ഭാഗത്ത് നിങ്ങൾ പഠിക്കാൻ പോകുകയല്ല, നിങ്ങളുടെ ഉള്ളിലെ ആൽക്കെമി നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് വ്യത്യസ്ത മണ്ണുകളിൽ പിറന്ന, എന്നാൽ ഒരേ ബ്രഹ്മബീജത്തിൽ നിന്ന് വേരൂന്നിയ ജ്ഞാന പാരമ്പര്യങ്ങളിലേക്കാണ്. ഇന്ത്യയിൽ തന്ത്രം, ചൈനയിൽ താവോ. ഈ രണ്ടിലും ഊർജ്ജത്തെക്കുറിച്ചുള്ള ധാരണയും ബോധത്തിന്റെ ദിശയും സമാനമാണ്. തന്ത്രം പറയുന്നു, കാമത്തെ നിഷേധിക്കരുത്, അതിന് അവബോധത്തിന്റെ കണ്ണ് നൽകുക, അത് നിങ്ങളുടെ ബ്രഹ്മമായി മാറും. താവോ പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൽ ഒരു അമൃത് ഒളിച്ചിരിപ്പുണ്ട്, അതിനെ പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞാൽ അതില്ലാതാകും. അതിനെ ഉള്ളിലേക്ക് തിരിച്ചുവിട്ടാൽ അത് നിങ്ങൾക്ക് ദീർഘായുസ്സും വ്യക്തതയും ശാന്തിയും നൽകും. രണ്ട് പാരമ്പര്യങ്ങളും കാമശക്തിയെ ജീവിതത്തിലെ ഏറ്റവും ശുദ്ധമായ ഊർജ്ജമായി കണക്കാക്കുന്നു. താവോയിൽ ഇതിനെ ചിങ് ജിങ് എന്ന് വിളിക്കുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ബാറ്ററിയിൽ സംഭരിച്ചിരിക്കുന്ന ശക്തിയാണ്. ഇന്ത്യയിൽ ആയുർവേദം പറയുന്നതുപോലെ ശുക്ലമാണ് വീര്യം, ഓജസ്സിന്റെ വിത്ത്. ഈ ചിങ് ബോധമില്ലാതെ വെറും സുഖത്തിനുവേണ്ടി വീണ്ടും വീണ്ടും ഒഴുക്കിക്കളഞ്ഞാൽ അതിന്റെ ഫലം ദൃശ്യമാകും. ശരീരം വേഗത്തിൽ ക്ഷീണിക്കുന്നു, കണ്ണുകളിൽ നിന്ന് തിളക്കം പോകുന്നു, മുഖം വിളറുന്നു, മനസ്സ് അസ്വസ്ഥവും അലങ്കോലവുമായിരിക്കും. ഇന്ന് ശാസ്ത്രവും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ക്രോണിക് ഡോപ്പാമൈൻ എക്സ്ഹോസ്റ്റ് പല മാനസിക ശാരീരിക പ്രശ്നങ്ങളുടെയും കാരണമാകുന്നു. എന്നാൽ ഇതേ ഊർജ്ജത്തെ സംരക്ഷിച്ച് ഉള്ളിലേക്ക് തിരിച്ചുവിടുമ്പോൾ ഈ ചിങ് ചി പ്രാണശക്തിയായി മാറുന്നു. യോഗയിലും ഇതേ വഴിയാണ്. വീര്യം, കൂടുതൽ ഓജസ്, കൂടുതൽ തേജസ്, കൂടുതൽ ആത്മീയ തേജസ്. ഇതൊരു വെറും ഭാവനാപരമായ മാറ്റമല്ല, ഇത് ഊർജ്ജത്തിന്റെ രാസപരവും ആത്മീയവുമായ രൂപാന്തരീകരണമാണ്. ഇതിനായി ഉപകരണങ്ങളുണ്ട്. രണ്ട് പാരമ്പര്യങ്ങളിലും അത്ഭുതകരമാം വിധം സമാനമാണത്. ഒന്ന്, ആഴത്തിലുള്ള ഉദരശ്വാസം, അബ്ഡോമിനൽ ബ്രീതിംഗ്. ഇത് നാഭിയുടെ താഴെയുള്ള ഡാൻ ടിയൻ അഥവാ നാഭിചക്രത്തെ സജീവമാക്കുന്നു. അവിടെയാണ് പ്രാണശക്തി സംഭരിക്കുന്നത്. 2, മൂലബന്ധം, അശ്വിനി മുദ്ര, റൂട്ട് ലോക്ക്. പെരിനിയം ചുരുക്കുന്നതിലൂടെ ഊർജ്ജം താഴെ നിന്ന് മുകളിലേക്ക് വലിക്കപ്പെടുന്നു. ഇത് ഊർജ്ജം നിലത്തുനിന്ന് ഉയർന്ന് നട്ടെല്ലിലൂടെ ഒഴുകാൻ സഹായിക്കുന്നു. 3, ഉള്ളിലെ ചിരിയും അവയവങ്ങളുടെ സംവേദനയും. എല്ലാ അവയവങ്ങൾക്കും സ്നേഹവും ശ്രദ്ധയും നൽകാൻ താവോ പറയുന്നു. അതുവഴി ചിങ് സുഗമമായി സഞ്ചരിക്കുന്നു. 4, മൈക്രോകോസ്മിക് ഓർബിറ്റ്, ഊർജ്ജചക്രപ്രവാഹം. താവോയിലും തന്ത്രത്തിലും ഈ ഊർജ്ജപാതയുണ്ട്. ഇവിടെ ഊർജ്ജത്തെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്കും പിന്നെ പിന്നിലൂടെ തിരികെ താഴേക്കും കൊണ്ടുവരുന്നു. ഇത് ഊർജ്ജത്തെ ഒരു പുനരുപയോഗ രീതിയിൽ റീസൈക്ലിംഗ് മോഡാക്കുന്നു, താഴെ പോകാതെ നിലയ്ക്കാതെ. എന്നാൽ മുന്നറിയിപ്പും വ്യക്തമാണ്. നിങ്ങൾ ഊർജ്ജത്തെ തടഞ്ഞുവെക്കുകയും അതിന് ഒരു മാർഗം നൽകാതിരിക്കുകയും ചെയ്താൽ അത് ഉള്ളിൽ കെട്ടിക്കിടന്ന് പരിഭ്രമം, മാനസിക സമ്മർദ്ദം, ദേഷ്യം, ലൈംഗിക വിഭ്രാന്തി എന്നിവയായി മാറുന്നു. നിങ്ങൾ ഊർജ്ജത്തെ മനസ്സിലാക്കാതെയും ദിശ നൽകാതെയും തുറന്നുവിട്ടാൽ അത് അഡിക്ഷൻ, ക്ഷീണം, ജീവിതത്തിൽ നിന്നുള്ള അഗാധമായ വിച്ഛേദിക്കൽ എന്നിവയായി മാറുന്നു. അതുകൊണ്ടാണ് താവോ പറയുന്നത്, ഒഴുക്കിക്കളയരുത്, ചലനം നൽകുക, സർക്കുലേറ്റ്. തന്ത്രം പറയുന്നു, അടിച്ചമർത്തരുത്, ഉയർത്തുക, സബ്ലിമേറ്റ്. യോഗം പറയുന്നു, ഭോഗിക്കരുത്, സംയോജിപ്പിക്കുക, ഇന്റിഗ്രേറ്റ്. 3 പറയുന്നത്, ഊർജ്ജത്തെ അടിച്ചമർത്തുകയോ പാഴാക്കുകയോ ചെയ്യരുത്, അതിനെ ഉള്ളിലേക്കെടുത്ത് മുകളിലേക്ക് ഉയർത്തുക. കാരണം ഊർജ്ജം മോശമല്ല, അജ്ഞാതമായ ഊർജ്ജമാണ് ഇരുട്ട്. എന്നാൽ നിങ്ങളതിനെ മനസ്സിലാക്കുമ്പോൾ, അതിനെ സാധന ചെയ്യുമ്പോൾ,
ഈ ഊർജം നിങ്ങളുടെ അസ്തിത്വത്തെ ഒരു ആൽക്കമി ലബോറട്ടറിയാക്കി മാറ്റുന്നു. ഓരോ ശ്വാസത്തിലും പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശരീരം. ഭാഗം 5 ഉപകരണങ്ങൾ. ഊർജ രൂപാന്തരം. ഊർജത്തെ അടിച്ചമർത്തുന്നത് പരിഹാരമല്ലെന്നും അതിനെ അവബോധത്തോടെ ഉയർത്തുന്നത് മാത്രമാണ് ശരിയായ മാർഗമെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ചോദ്യം വരുന്നു, എങ്ങനെ? ഈ ഊർജത്തെ നമ്മുടെ ഉള്ളിൽ പ്രകാശമായും വ്യക്തതയായും ശക്തിയായും മാറ്റാൻ കഴിയുന്ന എന്തെങ്കിലും രീതിയുണ്ടോ? പരിശീലനമുണ്ടോ? ഉത്തരം അതെ. പുരാതന യോഗവും തന്ത്രവും താവോയും ആയുർവേദവും ഈ രൂപാന്തരീകരണത്തിനായി നൂറുകണക്കിന് ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നാം സംസാരിക്കുന്നത് ലളിതവും ശാസ്ത്രീയവും ഏറ്റവും പ്രധാനമായി ഉള്ളിൽ ഫലപ്രദവുമായ 5 അടിസ്ഥാന ഉപകരണങ്ങളെക്കുറിച്ചാണ്. 1. മൂലബന്ധവും അശ്വിനി മുദ്രയും. പെരിനിയം ആക്ടിവേഷൻ. ഈ സാധന നട്ടെല്ലിന്റെ അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കുന്നു. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ പെരിനിയം ഭാഗം മെല്ലെ ചുരുക്കുന്നത് ഊർജമേ ഇനി മുകളിലേക്ക് ഒഴുകുക എന്നൊരു സിഗ്നൽ നൽകുന്നു. ഇതിന്റെ പതിവ് പരിശീലനം ഊർജത്തെ താഴെ നിന്ന് വലിച്ച് സുഷുമ്നാ നാഡിയിലേക്ക് കയറ്റാൻ സഹായിക്കുന്നു. ഇതൊരു സിദ്ധാന്തമല്ല. ഇത് ചെയ്യുമ്പോൾ ശരിക്കും ശരീരം ചൂടാകുന്നു, തലയിൽ നേരിയ പ്രകാശം അനുഭവപ്പെടുന്നു, മനസ്സ് ഉടൻ സ്ഥിരമാകുന്നു. 2. ഊർജസങ്കല്പം. നട്ടെല്ലിൽ പ്രകാശപ്രവാഹം. ധ്യാനത്തിലിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട് നിങ്ങളുടെ നട്ടെല്ല് ഒരു സുവർണ സ്തംഭമാണെന്ന് സങ്കൽപ്പിക്കുക. ഓരോ ശ്വാസത്തിലും താഴെ നിന്ന് മുകളിലേക്ക് ഒരു സുവർണകിരണം ഉയരുന്നു. ഓരോ ചക്രത്തെയും സ്പർശിക്കുന്നു, ശുദ്ധീകരിക്കുന്നു, മുന്നോട്ടു പോകുന്നു. ഈ വിഷ്വലൈസേഷനിലൂടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉണ്ടാകുന്നു. ഇത് നിങ്ങളുടെ ഊർജത്തെയും ബോധത്തെയും ശാശ്വതമായി മാറ്റാൻ കഴിയും. 3. ബീജമന്ത്രവും ധ്വനികമ്പനവും. ഓരോ ചക്രത്തിനും അതിന്റേതായ ഒരു ധ്വനി സംവിധാനമുണ്ട്. മൂലാധാരം, ലം, സ്വാധിഷ്ഠാനം, വം, മണിപൂരകം, രം, അനാഹതം, യം, വിശുദ്ധി, ഹം, ആജ്ഞ, ഓം, സഹസ്രാരം, മൗനം. ഈ ബീജമന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ കമ്പനം മാത്രമല്ല ഉണ്ടാകുന്നത്. ആ ഊർജം ആ പ്രത്യേക ചക്രത്തിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു. ഉദ്ദേശ്യത്തോടെയുള്ള ശബ്ദം വെറും മുഴക്കമല്ല, അത് ഊർജത്തിനുള്ള നിർദ്ദേശമായി മാറുന്നു. 4. ത്രാടകവും ശാംഭവി മുദ്രയും. ദർശനസാധന. കണ്ണുകൾ അടയ്ക്കുന്നത് ശ്രദ്ധയെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഒരു ബിന്ദുവിൽ കണ്ണുകൾ ഉറപ്പിക്കുന്നത് ഊർജത്തിന്റെ വിസർജനം തടയുന്നു. 2 പുരികങ്ങൾക്കിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശാംഭവി മുദ്ര ആജ്ഞാചക്രത്തെ നേരിട്ട് സജീവമാക്കുന്നു. കൺപോളകൾ ചിമ്മാതെ വിളക്കിന്റെ നാളത്തിലോ ഒരു ബിന്ദുവിലോ നോക്കുന്ന ത്രാടകം മനസ്സിനെ സ്ഥിരപ്പെടുത്തുന്നു. ആ സ്ഥിരതയിൽ ഊർജം കേന്ദ്രീകരിക്കുന്നു. 5. സങ്കല്പശക്തി. ദൈനംദിന ഊർജ്ജചിട്ട. ഒരു സാധനയും സങ്കല്പവുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ അതൊരു വെറും പരിശീലനമായി മാത്രം നിലനിൽക്കും. എന്നാൽ ഞാൻ ഈ ഊർജത്തെ എന്റെ ജീവിതത്തിന്റെ നേതൃത്വമാക്കി മാറ്റും എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കവാടം തുറക്കുന്നു. അതുവഴി ഈ ശക്തി എല്ലാ ദിവസവും ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതിനായി ദിവസത്തിന്റെ തുടക്കത്തിൽ വെറും 10 മിനിറ്റ് മാത്രം മതിയാകും ഒരു എനർജി റിച്വലിന്. 3 മിനിറ്റ് മൂലബന്ധം പ്ലസ് ശ്വാസം. 2 മിനിറ്റ് നട്ടെല്ലിൽ ഊർജ്ജസങ്കല്പം. 3 മിനിറ്റ് മന്ത്രജപം. 2 മിനിറ്റ് മൗനവും നന്ദി പറയലും. ഈ ചെറിയ ശീലം എല്ലാ ദിവസവും നിങ്ങളെ അല്പം കൂടി പ്രകാശത്തിലേക്ക് തള്ളിവിടുന്നു. ഇതാണ് ആത്മവിജയത്തിന്റെ രഹസ്യം. കാരണം തന്റെ ഉള്ളിലെ ഊർജത്തെ തിരിച്ചറിയുകയും അതിനെ സാധന ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിക്ക് പുറത്തുള്ള ഒന്നിനെയും ജയിക്കേണ്ട ആവശ്യമില്ല. അയാൾ സ്വയം ഒരു നടമാടുന്ന ക്ഷേത്രമായി മാറുന്നു, ഒരു ജീവിക്കുന്ന യന്ത്രം. അയാൾ എവിടെ പോകുന്നു അവിടെയുള്ള കമ്പനത്തെ മാറ്റിമറിക്കുന്നു. ഇനി അറിവുകളൊന്നും ബാക്കിയില്ല. ഒറ്റ ചോദ്യം മാത്രം: പടവുകളില്ലാതെ മറകളില്ലാതെ നിങ്ങളെത്തന്നെ കണ്ടുമുട്ടാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളിൽ നിന്ന് മറച്ചുവെച്ചതെല്ലാം നിങ്ങൾ കേട്ടു. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹമെന്നും ശ്രദ്ധ മാറ്റുന്നതൊന്നും വിളിച്ച ആ ശക്തി നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. നിശബ്ദമായിട്ടല്ല, പൂർണ്ണമായ ഗാംഭീര്യത്തോടെയും ശക്തിയോടെയും. ഇനി ഇത് നിങ്ങളുടെ കളിയാണ്. കാരണം നിങ്ങൾ തന്നെയാണ് ആ സാധകൻ, നിങ്ങൾ തന്നെയാണ് ആ അഗ്നി. ഇനി ഇതൊരു സിദ്ധാന്തമല്ല. അടുത്ത തവണ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ചലിക്കുമ്പോൾ, ശരീരം വിറയ്ക്കുകയോ മനസ്സ് ഉടയുകയോ ചെയ്യുമ്പോൾ ഒന്ന് നിർത്തുക. ഓർക്കുക, ആ നിമിഷം നിങ്ങൾക്കുള്ള ക്ഷണമാണ്. ആ നിമിഷത്തിലാണ് ആത്മാവ് ശ്വാസമെടുക്കുന്നത്. ചിലർ ഈ വീഡിയോയെ മറ്റൊരു ആത്മീയ ഉള്ളടക്കമായി കരുതി മറക്കും. ചിലർ ഇതിനെ അവരുടെ തുടക്കമായി എടുക്കും. നിങ്ങൾ രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ അടുത്ത പടി എന്താണെന്ന് നിങ്ങൾക്കറിയാം.